യൂണിഫോം ഇട്ടിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഗോൾഡൻ സ്റ്റാർ വെച്ചിട്ട് ഇതേപോലെയുള്ള ഒരു പൊസിഷനിൽ എത്തണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ. ഡിപ്ലോമ കാലഘട്ടത്തിൽ ഒരുപാട് ബുക്സുകളും നോട്ടുകളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കൃപാൽ സിംഗിന്റെ ഓട്ടോമൊബൈൽ ബുക്സും ആ സമയത്ത് യൂസ് ചെയ്തിരുന്നു. പിന്നെ കുർമിയുടെ ഒരു ഒബ്ജക്റ്റീവ് ബുക്സും തിയറി ബുക്സും ഉണ്ട്. ടെക്നിക്കൽ മേഖലയിലെ ഗ്ലാമറസ് യൂണിഫോം പോസ്റ്റായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന ജോലി ഡിപ്ലോമ ഹോൾഡേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് എന്നിവരുടെ സ്വപ്നതുല്യമായ ഒരു ജോലിയാണ്. 2023 കേരള PSC പരീക്ഷയിൽ 6ാം റാങ്ക് കരസ്ഥമാക്കുകയും സീനിയോറിറ്റി വൈസ് ലിസ്റ്റിൽ 2ാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്ത ശ്രീ ധനേഷ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആസ്പയർ ചെയ്യുന്ന AMVA എന്ന ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നെന്ന് നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ? വാ. ഒരു മോട്ടോർ വാഹന ഇൻസ്പെക്ടറായി ജോലി തിരഞ്ഞെടുക്കാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഘടകം എന്നുള്ളത് ആദ്യമായി തന്നെ പറയുമ്പോൾ എൻ്റെ ഒരു സ്കൂളിംഗ് വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ സംസാരിക്കേണ്ടി വരും. അതായത് 10ാം ക്ലാസ് വരെ, 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. അത് ഞാൻ ടെക്നിക്കൽ ഹൈസ്കൂൾ തോട്ടടയിൽ വെച്ചാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് സാങ്കേതികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പെട്ടെന്ന് ഒരു സംഭവം ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്നുള്ള ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ടെക്നിക്കൽ ഹൈസ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ പഠിക്കാൻ വേണ്ടി കണ്ണൂർ പോളിയിലേക്ക് പോയി. ഇടക്കാലത്ത് ഒരു സുഹൃത്തിനെ പറ്റി സൂചിപ്പിക്കേണ്ടായിരുന്നല്ലോ, ഒരു TK. എന്തായിരുന്നു ആ അനുഭവം? അത് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ കണ്ണൂർ പോളിയിൽ വെച്ചാണ് ആ ഒരു അനുഭവം ഉണ്ടായത്. രാഹുൽ TK എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ലൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അവനെപ്പോൾ നല്ല ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ആ ഒരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു ആള്. അപ്പോൾ ആ സമയത്ത് ഞാൻ രാഹുൽ TKയോട് പറഞ്ഞു, TK നീ ജീവിതത്തിൽ ഒരു അധ്യാപകൻ്റെ റോളായിരിക്കണം എടുക്കേണ്ടത്. കാരണം നിന്റെ ആ ഒരു ക്യാരക്ടറും പിന്നെ മൊത്തം ഒരു ബിഹേവിയറും വെച്ചിട്ട് നിനക്ക് അധ്യാപന ജോലി വളരെ മികച്ചതാക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതേ സമയം പിൽക്കാലത്ത് അധ്യാപകനായോ? അവനിപ്പോൾ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. അതേ സമയം തന്നെ അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു, പിന്നെ ധനേഷ നീ ഒരു പോലീസ് ഓഫീസർ ആയിരിക്കണം, അതാണ് നിന്റെ ബോഡി ലാംഗ്വേജിന് പറ്റിയതെന്ന്. അപ്പം ആ ഒരു സമയത്താണ് ഞാനും സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ചിന്തിച്ചത്, അതെന്നാൽ പിന്നെ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് പോകുന്നതായിരിക്കും ജീവിതത്തിൽ കുറച്ചുകൂടി നന്നാവുക എന്നുള്ളത്. TK ആയിരുന്നു ആ ഒരു സ്പാർക്ക് ഇനീഷ്യേറ്റ് ചെയ്തത്. അതെ അതെ, യൂണിഫോം ജോലിക്കുള്ള ഒരു സ്പാർക്ക് തന്നത് TK ആയിരുന്നു. അപ്പം അതിനുശേഷം ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്നൊരു ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, BTech കൂടി ചെയ്യാമെന്ന് വെച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റി BTech കൂടി കംപ്ലീറ്റ് ചെയ്തു. 2016 BTech പാസ് ഔട്ടായി. അതിനുശേഷം ആണ് പിന്നെ എന്തായാലും ഒരു ജോലി ചെയ്യാതെ. അപ്പോൾ എന്തായാലും അതൊരു ലാറ്റർ എൻട്രി ആയിരുന്നു അത്? അതെ അതെ, ലാറ്റർ എൻട്രി വഴിയാണ് പോയത്. അപ്പോൾ അതിനുശേഷം BTech കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നെ എന്തായാലും നമുക്ക് ഈ ഒരു പ്യുവർലി എൻ്റെ കരിയർ പ്രകാരം എനിക്കൊരു നോൺ ടെക്നിക്കൽ ജോലിയിലേക്ക് പോകാൻ താല്പര്യമില്ല. ഒരു ജോലിയുമായി ഈ ബാക്ക് ഓഫീസിൽ ക്ലറിക്കൽ വർക്കിനോട് എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പബ്ലിക് ഇന്ററാക്ഷൻ ആൻഡ് ഓരോരാളെ ക്യാരക്ടർ, അവരായിട്ടുള്ള സംസാരം, അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഒരു ജോലിയായിരുന്നു ഞാൻ താല്പര്യപ്പെട്ടത്. അതെ 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 അതെ, ഏതൊരു ജോലിയിലായാലും നമ്മൾ സെയിം റിപ്പീറ്റഡ് വർക്ക് ഉണ്ടാവും. പക്ഷെ AMVA എന്ന ജോലി എന്നത് പിന്നെ ആൾക്കാരുടെ ക്യാരക്ടറും പിന്നെ അവരുടെ സ്വഭാവങ്ങളും ഓരോരാൾ ക്യാരക്ടർ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് വരുന്ന ഒരാളെ അപേക്ഷയായിരിക്കില്ല നാളെ അയാൾ അപേക്ഷ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് ആ ഒരു കാഷ്വൽ ടോക്കിന് ശേഷം വരുന്ന ഒരു വർക്കും കൂടി അങ്ങനെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം ഉണ്ടായത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടാസ്കുകളോട് താങ്കൾക്ക് തീരെ താല്പര്യമില്ല, നേരെ മറിച്ച് ഡെയിലി പുതിയ ഡീൽ ചെയ്യാനാണ് താങ്കൾക്ക് താല്പര്യം. അതായത് എൻ്റെ ഒരു പാഷൻ പ്ലസ് ഈ ഒരു യൂണിഫോം ജോലി, ടെക്നിക്കൽ എബിലിറ്റി, പബ്ലിക് റിലേഷൻ, എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു വളരെ മഹത്തായ ഒരു ജോലിയായിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ആ സമയത്ത് ഇങ്ങനെ എക്സാമിന് വേണ്ടി ആലോചിക്കുന്ന സമയത്താണ് 2016 കാലഘട്ടത്തിലാണ് BTech പാസ്സായത്. അപ്പം അതിനുശേഷം ഈ എക്സാം എഴുതണമെങ്കിൽ ആ സമയത്ത് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് എന്നുള്ള വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ആവശ്യമായിരുന്നു. റീസെന്റ് ഇപ്പൊ അതില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഇപ്പം വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇപ്പം ഡിപ്ലോമ പ്ലസ് ഹെവി ലൈസൻസ് ആണ്, അല്ലെങ്കിൽ BTech ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ ആണ് ഇതിന്റെ ബേസിസ് ക്വാളിഫിക്കേഷൻ.
അപ്പോൾ അത് ഈ 2018-16 നമ്മൾ ബിടെക് കഴിഞ്ഞ സമയത്ത് ഈ സംഭവം വന്നിട്ടില്ല. അതായത് ആ സമയത്ത് എക്സ്പീരിയൻസ് വേണം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആയതിനാൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസിന് വേണ്ടി ഈ ഗവൺമെന്റ് അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിലേക്ക് പോയി 1 വർഷം അവിടെ ട്രെയിനി ആയിട്ട് നിന്ന് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസും കൂടി കരസ്ഥമാക്കി. ഇന്നലെ നാളെ ഈ എക്സാം വിളിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് പിന്നീട് അങ്ങോട്ടുള്ള ഒരു ജീവിതം. അപ്പോൾ 2017-18 കാലഘട്ടം മുതലേ ഈ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇതിൽ എക്സാം തീരെ വിളിക്കുന്നില്ല എന്നുള്ളൊരു അവ്യക്തതയായി. കാരണം 17 ബിടെക് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് കഴിഞ്ഞു, അതിനുശേഷം എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എക്സാം വിളിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായി. ആ സമയത്ത് തന്നെ ബിടെക് നമ്മൾ കഴിയുകയും ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ വീട്ടുകാരെന്നുള്ള സാഹചര്യം, പ്രഷർ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സമൂഹം ഒരു കുത്തുവാക്ക്, ആ സംഭവങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് എനിക്കും വന്നു, എന്തായാലും എല്ലാവർക്കും വരുന്ന പോലെ എനിക്കും വന്നു. ആ സമയത്ത് ഇപ്പോൾ ചെന്നൈയോ ബാംഗ്ലൂരോ പോയി നോർമൽ ഒരു ജോലി ചെയ്യുക എന്നുള്ളത്, എന്തെങ്കിലും ഒരു ഔട്ട് ഓഫ് ഫീൽഡ് ജോലി ചെയ്യാൻ എനിക്കൊരു തീരെ ഒരു നാട് വിട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് പ്രത്യക്ഷം കൂടി പിന്നെ കണ്ണൂർ RTO ഓഫീസിൽ പോവുകയും RTO ജസ്റ്റ് സംസാരിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഞാൻ ചോദിച്ചു, ഇങ്ങനെ MBA എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് സാർ. അതായത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തൽക്കാലം നാട്ടിലേക്ക് നിൽക്കണം, എക്സാം വിളിക്കുന്നത് വരെ. അപ്പോൾ അതിനുശേഷം ആണ് ഈ എക്സാം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പെട്ടെന്ന് ആ ജോലി നിർത്തിയിട്ട് എനിക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ആ സംഭവം RTO ആയിട്ട് സംസാരിച്ചത്. അതിനുശേഷം എക്സാം എഴുതി മോട്ടോർ ഇൻഷുറൻസ് സെക്ടറിലേക്ക് വരികയാണ് ചെയ്തത്. ഇവിടെ RTO കാണാൻ പോയി എന്ന് പറഞ്ഞൊരു സംഭവം ഇദ്ദേഹം വിവരിച്ചല്ലോ. പല IAS ഉദ്യോഗസ്ഥരുടെ ഇന്റർവ്യൂസിലും ഞാനിത് നോട്ട് ചെയ്തിട്ടുണ്ട്. IAS ആസ്പിറന്റ് ആയ പല സ്റ്റുഡൻസും ഒരു ഓഫീസറെ പോയി കണ്ട് സംസാരിച്ച് ഇതിന്റെ ഘടന, എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന രീതി, അത് തന്നെയാണ് ഇദ്ദേഹം ഇവിടെ അവലംബിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നത് അത്തരത്തിലുള്ള ഓഫീസേഴ്സുമായിട്ട് സംസാരിക്കുമ്പോഴും സംവദിക്കുമ്പോഴും നമ്മൾ അത്രത്തോളം ഫയർ നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു ഇഗ്നീഷൻ തരുന്നത് ഇതുപോലുള്ള ഇന്ററാക്ഷൻസ് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായും ആ ഒരു കൂടിക്കാഴ്ചയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഈ ആ യൂണിഫോം ഇട്ടിട്ട് ഒരാളെ കാണുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഗോൾഡൻ സ്റ്റാർ വെച്ചിട്ട് ഇതേപോലെയുള്ള ഒരു പൊസിഷനിൽ എത്തണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ. അതുകൊണ്ട് ആ യൂണിഫോം റോഡിലൂടെ നമുക്കിപ്പോൾ ആ വണ്ടി കാണുമ്പോഴും പിന്നെ യൂണിഫോം ഇട്ടിട്ട് ഓഫീസേഴ്സ് നമ്മളെ മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യേകത ഒരു ഫീൽ ആയിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അഡ്രിനൽ റഷ് ഉണ്ടാവും. അതെ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഒരു പ്രത്യേകതര വികാരമായിരുന്നു. ആ വികാരം തന്നെയാണ് ഒരുപക്ഷെ ABI പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു എന്താ പറയാ നമുക്കൊരു മാനസികാവസ്ഥയിലേക്ക്. അതെ 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 അതെ. ഡിസംബർ 18 നോട്ടിഫിക്കേഷൻ വരികയും മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് MBAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ബിടെക് കഴിഞ്ഞ ഡിപ്ലോമ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്വപ്നം. അതുകൊണ്ട് തന്നെ ഇത് എക്സാമിന് പഠിക്കാതെ ഈ വർക്ക് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുന്ന സമയത്താണ് എനിക്ക് വർക്ക് പൂർണ്ണമായി നിർത്താൻ വേണ്ടി സാധിച്ചത്. അപ്പൊ 3 മാസക്കാലമായിട്ടും താങ്കൾക്ക് ഇതിലേക്ക് ഒരു ഫുൾ ഫ്ലഡ്ജിൽ വരാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ അതെ അതെ. മെയ് 26-നാണ് എക്സാം. അപ്പൊ ഒടുവിൽ ഏപ്രിൽ, മെയ് എന്നുള്ള 2 മാസം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. ഈ ഘട്ടം ഘട്ടമായി വർക്ക് നിർത്തുന്ന സമയത്ത് രാത്രി അത്യാവശ്യം ഒരുപാട് സമയത്ത് പഠിക്കാൻ വേണ്ടി മാറ്റി നോക്കുമായിരുന്നു. ആദ്യം ഞാൻ സിലബസ് വൈസുള്ള ഒരു വായനയാണ് ചെയ്തത്. സിലബസ് വൈസുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ആ കാലയളവിൽ ചെയ്തത്. സിലബസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ എക്സാമിന് സിലബസിൽ കാര്യമായ ചേഞ്ചസ് വന്നു. ഇത്രയും കാലം ആകെ 100 മാർക്കിൽ 40 മാർക്ക് മെക്കാനിക്കൽ സൈഡിലും 40 മാർക്ക് ഓട്ടോമൊബൈൽ സൈഡിലും. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ കാര്യം പറയുകയാണെങ്കിൽ 40 മാർക്ക് മെക്കാനിക്കലും 40 മാർക്ക് ഓട്ടോമൊബൈലും പിന്നെ 20 മാർക്സ് GK ഒക്കെ ആയിരുന്നു മാറ്റിവെച്ചിരുന്നത്, പഴയ പാറ്റേണിൽ. ഇത്തവണ 40 മാർക്ക് ഓട്ടോമൊബൈലും 40 മാർക്ക് മെക്കാനിക്കലും 20 മാർക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നുള്ള പോർഷൻസ് ആയിരുന്നു. അതിൽ തന്നെ 15 മാർക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ടും അതിന്റെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ആൻഡ് ലൈസൻസ് റിലേറ്റഡ് വേറെ തന്നെ ഒരു ടോപ്പിക്കിൽ 5 മാർക്കും. അങ്ങനെ ആണ് 100 മാർക്ക് കംപ്ലീറ്റ് ചെയ്തത്. നമ്മുടെ MBA എക്സാമിലെ ടെക്നിക്കൽ മേഖലയിലുള്ള ചോദ്യങ്ങൾ നേരിടാൻ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 40 മാർക്ക് ഓട്ടോമൊബൈലും 40 മാർക്സ് മെക്കാനിക്കലും ആയിരുന്നു. അപ്പോൾ അത് തന്നെ ഈ ഓട്ടോമൊബൈൽ സെക്ഷനിലെ പരിപൂർണ സാധനങ്ങൾ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസിൽ നമ്മൾ റിയൽ ടൈം ഒബ്സർവേഷൻ ആൻഡ് എന്താ പറയുക പ്രാക്ടിക്കൽ നോളജ് ആണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പം അങ്ങനെ ഞാൻ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് നേടിയതുകൊണ്ട് തന്നെ
ഞാൻ സ്വന്തമായിട്ട് വേറെ വർക്ക്ഷോപ്പ് ആ സമയത്ത് നടത്തുകൂടി ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ വർക്ക്ഷോപ്പിലെ കാര്യങ്ങൾ ഒരുപാട് ഈ പ്രാക്ടിക്കലായി റിയൽ ടൈം നമ്മൾ കണ്ടുകൊണ്ട് ഒരു സംഭവം പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തലയിൽ ഓർമ്മ നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് ഓട്ടോമൊബൈൽ സെക്ഷൻസ് വളരെ വേഗം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. പിന്നെ പണ്ട് മുതൽ തന്നെ എനിക്ക് ബൈഹാർട്ട് പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളെ ഒരു ലൈഫിലേ ഇല്ല. അങ്ങനെ ബൈഹാർട്ട് പഠിച്ചിട്ട് ഒരു സാധനം എന്താ പറയുക നമ്മളെ തലയിൽ നിന്ന് ഓർമ്മയിൽ നിർത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ സെക്ഷൻ പഠിക്കുകയും തുടർന്ന് 40 മാർക്ക് മെക്കാനിക്കൽ ഉണ്ട്. ആ മെക്കാനിക്കൽ സെക്ഷൻ്റെത് ഞാൻ ഡിപ്ലോമ കാലഘട്ടത്തിൽ ഉപയോഗിച്ച നോട്ടുകളും ടെക്സ്റ്റ് ബുക്കുകളുമായിരുന്നു കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞു 40 മാർക്ക് മെക്കാനിക്കലും 40 മാർക്ക് ഓട്ടോമൊബൈലും ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ താങ്കളുടെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എത്രത്തോളം ഇതിനെ സഹായിച്ചിട്ടുണ്ട്? കാരണം നമ്മൾ കണ്ടുപഠിക്കുന്നതും തിയറി പഠിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസും ആ ഒരു ഓട്ടോമൊബൈൽ സെക്ഷൻ്റെ പഠനം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് റിയൽ ടൈം ഒബ്സർവേഷൻ ആയിരുന്നു നമുക്ക്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ നോളേജ് പ്ലസ് ഈ റിയൽ ടൈം ഒബ്സർവേഷനിൽ നമുക്കൊരു കാര്യം പഠിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയിൽ അത്രയും കൂടുതൽ ക്യാപ്ചറായി ഈ സംഭവം നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ സെക്ഷൻ കൂടുതൽ പഠിക്കാൻ വേണ്ടി ഇല്ല വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഈ 40 മാർക്കാണല്ലോ ഓട്ടോമൊബൈൽ പറഞ്ഞത്. മെക്കാനിക്കൽ സെക്ഷൻ പിന്നെ ഒരു 40 മാർക്കിനുണ്ട്. അതെങ്ങനെയായിരുന്നു? അതിന്റെ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മെക്കാനിക്കൽ സെക്ഷനുമായിട്ട് റിലേറ്റഡ് ചെയ്ത് എങ്ങനെയായിരുന്നു പഠിച്ചത്? മെക്കാനിക്കൽ സെക്ഷൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കാലഘട്ടത്തിൽ ഒരുപാട് ബുക്സുകളും നോട്ടുകളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിപ്ലോമ കാലഘട്ടത്തിലുള്ള ഈ മെക്കാനിക്കൽ റിലേറ്റഡ് നോട്ട്സും പിന്നെ കൃപാൽ സിംഗിൻ്റെ ഓട്ടോമൊബൈൽ ബുക്സും ആ സമയത്ത് യൂസ് ചെയ്തിരുന്നു. പിന്നെ കുർമിയുടെ ഒരു ഒബ്ജക്റ്റീവ് ബുക്സും തിയറി ബുക്സും ഉണ്ട്. ആ ബുക്സും കൂടി വെച്ചിട്ടും പിന്നെ കൂടാതെ ഇപ്പോഴുള്ള കറണ്ട് സിനാറിയോ ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇപ്പോൾ കാലഘട്ടത്തിലുള്ള യൂട്യൂബ് വളരെ ഉപകാരമായിരുന്നു. അതെ. ആ സമയത്ത് നമ്മൾ ഈ യൂട്യൂബിൽ എന്ത് കാര്യം സെർച്ച് ചെയ്താലും യൂട്യൂബിൽ പിന്നെ അതുമായി റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണല്ലോ വരിക. എൻ്റെ മനസ്സിൽ വേറെ ഒരു എക്സാം റിലേറ്റഡ് അല്ലാതെ വേറൊരു ടോപ്പിക്സും ഇല്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എന്തും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ റിലേറ്റഡ് കാര്യങ്ങളാണ് നമുക്ക് റെക്കമെൻഡേഷനായി വരുന്നത്. അങ്ങനെ ഒഴിവ് സമയത്ത് പിന്നെ ഏകദേശം ഈ നോട്ട്സ് പ്രിപ്പയർ ആയി ഏകദേശം കുറച്ച് ഈ പിന്നെ എന്താ പറയുക സബ്ജക്റ്റ് കുറച്ച് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഈ യൂട്യൂബിൽ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് 2x സ്പീഡിൽ കണ്ടു തീർക്കേണ്ടത് എനിക്ക് ആവശ്യമാണ്. കാരണം എന്റെ മുന്നിൽ ആകെ വളരെ കുറച്ച് സമയമേ. അതെ. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോ 2xലാണ് കണ്ടത്. ആ സമയത്ത് അത്യാവശ്യം അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്യും. അങ്ങനെ നോട്ട് ചെയ്തിട്ട് അത് പ്രത്യേകതയ്ക്ക് മാറ്റി വെക്കും. അങ്ങനെയുള്ളൊരു പഠന രീതിയായിരുന്നു അവലംബിച്ചത്. ഇതിൽ തന്നെ വളരെ രസകരമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് നമ്മളൊക്കെ എത്രത്തോളം പഴയ ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം അതൊന്നും കളഞ്ഞില്ല. അതൊക്കെ അദ്ദേഹത്തിന് പിൻകാലത്ത് ഈ ഒരു എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് തന്നെ വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഇതിലിപ്പോ സിലബസിൽ ഒരു പ്രത്യേക വിഭാഗം 10 മാർക്കോ 20 മാർക്കോ എത്രയായിരുന്നു? 20 മാർക്കിന് ആക്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആക്ടിനെ പറ്റി കവർ ചെയ്യാൻ എന്താണ് സഹായിച്ചത്? മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ പഠിക്കാൻ വേണ്ടി സഹായിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗൂഗിളിൽ തന്നെ നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് അവൈലബിൾ ആണ്, ഡ്രൈവിംഗ് റെഗുലേഷൻസ് അവൈലബിൾ ആണ്. ആക്ടിൽ തന്നെ ഒരു ചെറിയൊരു 5 മാർക്കിന്റെ പോർഷനാണ് ലൈസൻസ് റിലേറ്റഡ്. അതും ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ആ ഒരു റെഫറൻസിൽ തന്നെ വരുമായിരുന്നു. പിന്നെ ഡ്രൈവിംഗ് റെഗുലേഷൻ ആണ് നമുക്ക് എക്സ്ട്രാ ഒരു ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഭാഗമുള്ളൂ. അത് ഒരു 5 മാർക്കിനുള്ളത്. അത് പക്ഷേ ആ ഡ്രൈവിംഗ് റെഗുലേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഓടിക്കുന്ന എല്ലാവരും കാണേണ്ട വായിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ഈ ഡ്രൈവിംഗ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അതിന് മലയാളം പരിഭാഷയുണ്ട്. മലയാളത്തിലെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നല്ല വൃത്തിയിൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് അതിന്റെ ലാംഗ്വേജ്. പക്ഷെ ഒരുപാടുണ്ട്. അത് നല്ല വൃത്തിയിൽ തറവ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മളെ ലേണേഴ്സ് എടുക്കുമ്പോൾ പഠിക്കാൻ തരുന്ന ഒരു മൊഡ്യൂളാണോ സാറി പറഞ്ഞ? അതല്ല. അത് ജസ്റ്റ് അവരെ ഡ്രൈവിംഗ് സ്കൂളുകാരെ അവയർനെസ് ജസ്റ്റ് കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതല്ല, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PDF ഉണ്ട്. ആ PDF ആണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ സിലബസിലുള്ള ഒരു പോയിന്റ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അവസാനം മാർച്ച് ഏപ്രിൽ മെയ് ആണ് എൻ്റെ ഏകദേശം ഒരു പഠനം കാര്യമായി തുടങ്ങുന്ന ഒരു സമയം. അപ്പൊ അതുവരെ ഞാൻ ഉണ്ടാക്കിയ നോട്ട്സുകളും
പിന്നെ ഞാൻ ഏകദേശം ഈ സംഭവങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു നോട്ട്സ് ഉണ്ടാക്കലല്ല. ആ നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് നമ്മൾ കുറച്ച് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടി അതെ പാറ്റേണിലേക്ക് മാറി. ഏകദേശം ആ ഒരു ഫ്ലോയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും വീണ് കഴിഞ്ഞു. അതെ. അപ്പൊ മാർച്ച് ആവുന്ന കാലത്തോടു കൂടി പിന്നെ ഈ സംഭവങ്ങളെല്ലാം നോട്ടുകളും ഉണ്ടാക്കി, പിന്നെ ഈ ആക്ടിന്റെ നോട്ടുകൾ ഉണ്ടാക്കി, എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇത് തറുവാക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതിനാകെ 2 മാസേ സമയമുള്ളൂ. ആ സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓരോ ഓട്ടോമൊബൈൽസിന്റെ തന്നെ നമുക്ക് ഓരോ പിന്നെ എന്താ പറയാ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഇത് എക്സാമിന് എന്താ ചോദിക്കുക നമുക്ക് അറിയില്ലല്ലോ. അതെ, അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയാ ഒരു കവർ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ നോട്ട്സ് ഉണ്ടാക്കി, പിന്നെ നോട്ട്സ് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. നോട്ട്സ് റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് എഴുതിയ ഒരു ഓർമ്മയുണ്ട്. പിന്നെ പണ്ട് മുതലേ എനിക്ക് ഡിപ്ലോമ മുതലേ ഞാൻ ഒരു പ്രാക്ടിക്കൽ പ്ലസ് തിയറി എന്നുള്ള രീതിയിലാണ് പഠനം മുന്നോട്ട് പോയത്. പിന്നെ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര സമയം ഇതിനായി നീക്കി വെക്കുന്നു, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുവിധം ഒട്ടുമുക്ക എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സംശയമാണിത്. അപ്പൊ താങ്കൾ എത്ര സമയം പഠനത്തിനായി നീക്കി വെച്ചിരുന്നു? ഞാൻ പഠനത്തിലേക്ക് നീക്കിയത് എന്ന് പറഞ്ഞാൽ ഡിസംബർ 18 മുതൽ തന്നെ ഞാൻ പരിപാടി തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു മാർച്ച് ആവുന്നതോടുകൂടി ഏകദേശം നോട്ട്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ അന്നേരം ആ സമയത്ത് ഏകദേശം പകൽ സമയത്ത് വർക്ക് ചെയ്തു. രാത്രി ഒരു 11-12 മണി വരെ എന്തായാലും ഇരിക്കും ആ സമയത്ത്. അതിനുശേഷം രാവിലെ എണീച്ച് കുറച്ചും കൂടി നോക്കും. അങ്ങനെ ഒരു 10 മണിക്ക് ശേഷം വർക്കിന് പോകുന്ന ഒരു 10 മണി 9 മണി ആ സമയത്താണ് വർക്കിന് പോകാറ്. ഈ ഉണ്ടാക്കിയ നോട്ട്സും അതിപ്പോൾ ഒന്ന് തലേന്ന് നോട്ട് ഉണ്ടാക്കിയാൽ നമ്മൾ പിറ്റേ ദിവസം ഒന്ന് വായിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കൂല. അല്ലാണ്ട് പെട്ടെന്നൊരു 6 മാസം മുന്നേ കാര്യങ്ങൾ പഠിച്ചത് ഒരു 4 മാസത്തിന് ശേഷം നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടൂല, ആർക്കാലും കിട്ടൂല. അപ്പൊ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന നോട്ട്സ് ഞാൻ പിറ്റേ ദിവസം വായിക്കും. അങ്ങനെ ഒരു തിയറി വൈസ് സിലബസ് വൈസ് തിയറി കാര്യങ്ങൾ പരിപൂർണമായിട്ടും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അതെ. അങ്ങനെ പിന്നെ അതിനുശേഷം ഈ അവസാനം ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ പകുതിയോടുകൂടി ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഏകദേശം ഒരു സെറ്റ് ആക്കി വെച്ചു. അതിനുശേഷം സെയിം ടൈപ്പ് ഓഫ് ടോപ്പിക്കിലുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അതെ, MCQ തന്നെ. പക്ഷെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യന് 4 ഒബ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ. ആ 4 ഒബ്ജക്റ്റീവിനെ കുറിച്ചും വിശദമായി പഠിച്ചു. പിന്നെ ഒരു ഉദാഹരണം, ഇപ്പൊ ഒരു ഓട്ടോമൊബൈൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലച്ചിനെ കുറിച്ച് വരാവുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും അതൊക്കെ കണ്ടെത്തിയിട്ട് അങ്ങനെ ഒരേ ടോപ്പിക്കിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരേ ടോപ്പിക്കിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു 1.5-2 മാസക്കാലത്തോളം കവർ ചെയ്യും. ഇപ്പൊ പഠനം അവസാനം 2 മാസമാണ് ശരിക്കും പഠിച്ചതെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഈ 2 മാസത്തില് ഫുൾ ടൈം ഇതിൽ തന്നെയാണ്, വേറെ വർക്കൊന്നുമില്ല. രാവിലെ ഉറക്ക് എന്ന് പറയുന്നത് ഉറക്ക് വരുമ്പോൾ ഉറങ്ങുകയെന്നുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ നോർമലി ഒരു 11 മണിക്ക് ഉറങ്ങണം അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കണം എന്നുള്ള മൈൻഡാണല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അങ്ങനെയല്ല, പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്ക് വരുമ്പോൾ ഉറങ്ങാം. അങ്ങനെയാണ്. കാരണം വേറൊരു ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പിന്നെ അതായത് ബാക്കിയുള്ള ഒരു കോമൺ ആൾക്കാർ ഒരു ലൈഫായിരിക്കും. ഡിപ്പെൻസ് ആയിരിക്കുമല്ലോ ഓരോ ആൾക്കും അത്. അതെ. ഓരോ ആൾക്ക് ഡിപ്പെൻസ് ആയിരിക്കാം. പക്ഷെ ഞാനിപ്പോ ഇത്രയും കാലം വർക്ക് ചെയ്തതുകൊണ്ടും എനിക്ക് പെട്ടെന്ന് ഈ സംഭവം കവർ ചെയ്ത് തീർക്കണം എന്നുള്ളത് കൊണ്ടും ആയിരിക്കാം ഒരു പക്ഷെ ഞാൻ അങ്ങനെ ആയത്. ഒരു അനിവാര്യതയും ആ ഒരു ഇതിലേക്ക് നമുക്ക് എന്താ പറയാ ഉറങ്ങാനുള്ള ഒരു കൂടുതൽ സമയം നമുക്ക് അങ്ങനെ. എത്ര മണിക്കൂർ ഉറങ്ങിയിരുന്നു ആ സമയത്ത്? ഉറങ്ങുന്നത് ആ സമയത്ത് ഏകദേശം ഒരു 12:30 to ഒരു 4 മണി അത്രേ ഉണ്ടാവുള്ളൂ. ഒരു മാക്സിമം അത്ര മണിക്കൂറേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കുറ്റബോധമായിരിക്കും. പക്ഷെ ഞാൻ പകല് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്ടെന്ന് ഒരു ഉറക്ക് വരും. ആ ഒരു ഉറക്ക് വരുന്ന സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 1/4 മണിക്കൂർ ഉറങ്ങുക എന്നുള്ള സംഭവം തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ ആ സമയത്ത് കൂടുതൽ ടയേർഡായിട്ട് പഠിക്കാനുള്ള ഉറങ്ങിക്കൊണ്ട് പഠിക്കുക എന്നുള്ളത് എനിക്ക് തീരെ ദഹിക്കാത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1/4 മണിക്കൂർ ഉറങ്ങും. അപ്പോൾ ഉറങ്ങി എണീച്ചതിന് ശേഷം പക്ഷെ ഭയങ്കര കുറ്റബോധമായിരിക്കും. കാരണം അയ്യോ ഇതിൻ്റെ ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റ് പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി അതുവരെ ആ ഒരു ഉറക്ക ക്ഷീണത്തിൽ പഠിച്ച ഫുള്ളൊന്ന് മൊത്തത്തിലൊന്ന് വൈബ്രൻ്റായി എണീച്ചിട്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ഒരു ആ ഉറക്കം സഹായിച്ചു എന്ന് വേണം പറയാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അമിത നേരത്തെ പഠനത്തിന് ശേഷം ചെറിയൊരു നാപ്പ് എടുത്തതിന് ശേഷം പെട്ടെന്ന് പഠനത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന രീതി, അതാണ് ഇദ്ദേഹം അവലംബിച്ചു എന്ന് പറയുന്നത്. അതെ അതെ.